എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 16, അതായത് ഇന്ന് 3 മണിക്ക് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ആ ടൈമിൽ ഒഫീഷ്യൽ സൈറ്റ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഫൈനൽ റാങ്ക് ആയിരിക്കും അലോട്ട്മെൻറ്റ്സിലെല്ലാം തന്നെ പരിഗണിക്കുന്നത്. സോ ആ റാങ്ക് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോളേജസാണ്. സോ ഈ കോളേജസ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ GNM കോഴ്സിൻ്റെയും ANM കോഴ്സിൻ്റെയും ഫീസ് എന്ന് പറഞ്ഞാൽ 5300 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലുള്ള സീറ്റുകളുണ്ട്, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സീറ്റുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നോക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. കോളേജിൻ്റെ പേര്, സീറ്റ്, ഫീസ്, പിന്നെ ഫോൺ നമ്പറെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ചില സീറ്റുകളൊക്കെ SC ST വിഭാഗക്കാർക്ക് മാത്രമാണെന്ന് എഴുതിയിട്ടുണ്ട്. അന്നങ്ങനെ എഴുതിയിരിക്കുകയാണെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും അത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ SC ST വിഭാഗക്കാർക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓരോ കോളേജസും അതിലുള്ള സീറ്റ്സിൻ്റെ എണ്ണമാണ്. DHSൽ വരുന്ന സീറ്റുകളുണ്ട്, പിന്നെ DHSൽ വരുന്ന ഓക്സിലറി നഴ്സിംഗിനും പിന്നെ GNMന് കൂടെ ഉള്ളതുണ്ട്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കാം. GNM ആണെങ്കിൽ 3 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. ANM കോഴ്സ് 2 വർഷമാണ് പഠിക്കേണ്ടത്. ഇത് ഒഫീഷ്യൽ പ്രോസ്പെക്ട്സ് ആണ്. അപ്പോൾ ഇന്ന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ കിട്ടുന്ന റാങ്ക് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക്. അതാണ് അലോട്ട്മെൻറ്റ്സിൽ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീ 500 രൂപ അടയ്ക്കണം. SC ST പിന്നെ ഫീ കൺസെഷൻ ഉള്ളവരാണെങ്കിൽ 100 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ അടയ്ക്കേണ്ടത്. ടോക്കൺ ഫീ ഒരിക്കൽ അടച്ചവർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് കിട്ടുകയാണെങ്കിലും വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ട. അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് ഒരു കോളേജ് കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ഇതുവരെ കോളേജ് കിട്ടിയില്ല, ആദ്യമായിട്ടാണ് ഒരു കോളേജ് കിട്ടുന്നതെങ്കിൽ അവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്. ടോക്കൺ ഫീ അടച്ചാലേ അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കോളേജിൽ ചെല്ലുമ്പോൾ എക്സ്ട്രാ ആയിട്ട് 500 റുപ്പീസ് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ തിരിച്ച് കിട്ടുന്നതാണ്. പിന്നെ GNM ANM കോഴ്സുകൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സോ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു ചാൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ഒറിജിനൽ അലോട്ട്മെൻറ്റ് അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് റിയൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് ആദ്യം വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോളേജസ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കൂ. പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു.